ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രേവതി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഒരു കാരണവശാലും അമ്മയ്ക്ക് കിഴിവെക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്, നിന്നെ ആട്ടിത്തുപ്പും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാരില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അമ്മയ്ക്ക് കിഴിവെക്കും, കാരണം അമ്മ എന്നെ ആട്ടിത്തുപ്പിക്കോട്ടെ, എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല രേവതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് രേവതി, ഞാൻ പറഞ്ഞ സത്യമാണ്. നീ ഇപ്പൊ കിഴി വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ അടിക്കും അമ്മ. അതൊന്നും ഇല്ല സച്ചിയേട്ടാ, എന്നെ അടിച്ചാലേ അത് തടയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, ഞാൻ അതേപോലെ ചെയ്തോളാം സച്ചിയേട്ടാ. പക്ഷെ ഒരാളിങ്ങനെ വേദനിച്ച് കിടക്കുമ്പോഴേ എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റില്ല, മനസമാധാനത്തോടെ ഇരിക്കാനും പറ്റില്ല, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് കിഴിവെക്കാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാ. അപ്പൊ രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേ ഇവളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ കാലും ഇങ്ങനെ തടയിക്കൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ കാല് വേദനിക്കുന്നേ എന്ന് പറയാ. അപ്പോൾ ഈ രേവതി കിഴിയും കൊണ്ട് നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എന്താടി? അതെ അമ്മേ, അമ്മയ്ക്ക് നല്ല വേദനയുണ്ടല്ലോ, അതുകൊണ്ടേ ഞാൻ അമ്മയ്ക്ക് ചൂട് പിടിക്കാൻ വേണ്ടി കിഴിയായിട്ടാണ് വന്നിരിക്കുന്നത്. എടി നീ എന്നെ വീഴ്ത്തിയതും പോരാ, എന്നിട്ട് നീ എനിക്ക് കിഴി വെക്കാൻ വേണ്ടി വന്നില്ല, നീ എണ്ണ ഒഴിച്ച് എന്നെ വീഴ്ത്തിയതല്ലേ എടി രേവതി നീയാ, എന്നിട്ട് നീ എന്തിനിപ്പോൾ കിഴിയും കൊണ്ട് വന്നിരിക്കുന്നത്? എന്നെ എന്തെങ്കിലും വീണ്ടും അപകടപ്പെടുത്താൻ വേണ്ടിയല്ലേ? എൻ്റെ പൊന്നമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വമല്ല, ഞാനല്ല അമ്മയെ വീഴ്ത്തിയത്, അമ്മ എണ്ണയെ തന്നെ വീണതല്ല, അവിടെ എണ്ണ വീണ് കിടക്കുന്നുണ്ടായിരുന്നു, ആ തുടക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ വന്ന് അമ്മ അത് കണ്ടില്ല, അതുകൊണ്ട് അമ്മ തന്നെ വീണു. നീ ഇനിയെ കൂടുതൽ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പോകാൻ നോക്കിയേ, എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല, അവളെന്നെ വീഴ്ത്തിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് ചന്ദ്ര ഇങ്ങനെ പറയാ. അപ്പം രേവതി ആണെങ്കിൽ ശരി അമ്മേ, ഞാൻ ഏതായാലും ഈ കിഴി ഇവിടെ വെച്ചിട്ടുണ്ട്, ഈ കിഴി പിടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കാലിന് നല്ല ആശ്വാസം കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്, അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കിഴി എടുത്ത് പിടിച്ചോ എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാണ്. അപ്പം രേവതി പോയി കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര ആ കിഴിയിലോട്ടൊന്നും നോക്കാം, ഒന്ന് പിടിക്കല്ലേ, കിഴി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ വേദനയ്ക്ക് കുറവുണ്ടാവും. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണ് ചുറ്റുപാട് നോക്കി രേവതി ഒരിടത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ചന്ദ്ര ആ കിഴി എടുത്തിട്ടൊന്ന് മണത്തൊക്കെ നോക്കണം, കൊള്ളാം. അങ്ങനെ ആ ചൂടുള്ള കിഴി നമ്മുടെ ചന്ദ്രയുടെ കാല് അങ്ങനെ പിടിക്കുക. സ്വയം പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല വേദനയ്ക്ക് കുറവുണ്ടല്ലോ, ചൂടും പോയി, കുറച്ചും കൂടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേദന മാറും. ഇപ്പോൾ ചൂടാക്കാൻ വേണ്ടി അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവളെ എന്നെ കളിയാക്കും, കിഴി വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ചൂടാക്കാൻ വേണ്ടി വിളിച്ചല്ലേ എന്നും പറഞ്ഞ്. അപ്പം അതുകൊണ്ട് വേണ്ട, ഞാൻ തന്നെ അടുക്കളയിലേക്ക് ഞൊണ്ടി പോയി ചൂടാക്കാം എന്നൊക്കെ ചിന്തിച്ച് ചന്ദ്ര ആ കിഴിയായിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറി അവിടെ ഡ്രോയ്ക്കകത്ത് നോക്കുവാണ്, എന്തൊക്കെയോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഇങ്ങനെ കുന്തത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നതാണ് ചന്ദ്ര കാണുന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എടി നീ എന്തായി കാണിക്കുന്നത്, നീ എന്തിനീ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നത്? അമ്മേ അതെ, ഇവിടെ ഞാൻ കൂവപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കൂവപ്പൊടി കാണാനില്ല, അത് നോക്കിയതാ ഞാൻ, എവിടെയെങ്കിലും കാണാനില്ലല്ലോ. നീ അവിടെ തന്നെയാണോ വെച്ചതെന്നൊന്ന് നോക്ക്. അല്ലെങ്കിൽ ഇവിടെയൊന്നും അല്ലല്ലോ ചിന്ത, എവിടെയാണ് എന്ത് സാധനം വെച്ചിരിക്കുന്നതെന്ന് നിനക്ക് പോലും അറിയില്ല, നീയേ ശരിക്കൊന്ന് നോക്ക്, എന്നാലേ നിനക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അയ്യോമ്മ ഞാൻ എവിടെ വെച്ച് കാണാനില്ലല്ലോ. അപ്പോൾ ചന്ദ്ര ആ കിഴിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചൂടാക്കാനുള്ള ശ്രമത്തില്ല. അമ്മേ ദേ കൂവപ്പൊടി കിട്ടി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആ ബക്കറ്റ് ഇങ്ങനെ എടുക്കാൻ പോയതും സച്ചി വരുന്നു, രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ഒരു വിളി. രേവതി പേടിച്ചു പോയി. രേവതി ആ കൂവപ്പൊടി എടുത്തതും നേരെ താഴത്തേക്ക് നമ്മുടെ ചന്ദ്രയുടെ തലയിലേക്കാണ് വന്ന് വീണത്. രേവതി വീഴാൻ പോയപ്പോഴത്തേക്കും സച്ചി കയറി രേവതി അങ്ങോട്ട് പിടിക്കുകയാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കൂവപ്പൊടിയിൽ കുളിച്ച് ഒരു പ്രേതത്തെ പോലെ നിൽക്കുക. ഇത് കണ്ട സച്ചിക്ക് ചിരി അടക്കാൻ പറ്റില്ല, രേവതി പേടിച്ചു പോയി. സച്ചിക്ക് ചിരി അടക്കാൻ പറ്റുന്ന ചിരിന്ന് പൊട്ടിച്ചിരിക്കുക, പൊട്ടി ഭയങ്കര ചിരിയാ. ചന്ദ്രയാണെങ്കിൽ തല ഇങ്ങോട്ട് കുടഞ്ഞിട്ട് ഒരു പട്ടി കാണിക്കുന്ന പോലെ തല ഇങ്ങനെ കിടന്ന് കുടഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അതേ ഇത് നോക്കിയ രേവതി ഒന്നും മിണ്ടാതിരിക്കും, സച്ചിയായിട്ട് ഇപ്പം കിട്ടും. അങ്ങനെ ചന്ദ്രയ്ക്ക് വീണ്ടും കലി വരിക. ചന്ദ്ര ആ പൊടിയായിട്ട് നേരെ ഹാളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സുധിയാണെങ്കിൽ ആർക്കോ ഫോൺ വല്ല ബിസിനസ് ഡീലറായിട്ട് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് സുധി ഈ ഒരു കാഴ്ച കാണുന്നത്. ഇത് കണ്ട സുധിയാണ് പേടിച്ചുകൊണ്ട് എൻ്റെ അമ്മേ പ്രേതം എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇവിടെ വലിയ അയ്യോ പ്രേതം എന്നിങ്ങനെ പറയാം. എടാ
പ്രേതമല്ലടാ, അയ്യോ പ്രേതം. അപ്പോൾ ശ്രുതി ഓടി ഇറങ്ങി വരികയാണ്. അയ്യോ അത് ശ്രുതി, എന്തു പറ്റി ശ്രുതി എന്ന് ചോദിക്കുകയാണ്. ശ്രുതി ദാ പ്രേതം, പ്രേതം, അയ്യോ പ്രേതം, പോ പിശാചേ എന്നും രണ്ടുപേരിങ്ങനെ പറയാ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കൊക്കെ ചിരി വന്നിട്ട് രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിശാചോ ശ്രുതി, ഞാൻ പിശാചല്ല, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പിശാചായിട്ടാണ് തോന്നുന്നത്, ഞാൻ ചന്ദ്രയ നിങ്ങളുടെ അമ്മയാണെന്ന് പറയാണ്. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ, എന്താ അമ്മേ ഈ കോലം, അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഈ രേവതി എൻ്റെ തലയിലേക്ക് പൊടി കൊടഞ്ഞിട്ടു എന്ന് പറയാണ്. എൻ്റെ പൊന്നമ്മേ, അമ്മയെ കണ്ടപ്പോൾ ഞാൻ പ്രേതമാണെന്ന് വിചാരിച്ചു. എന്താടാ പറഞ്ഞത്? അല്ല, പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ പ്രേതത്തെ പോലെ ഉണ്ടമ്മേ. അയ്യോ ഇതെന്താ അമ്മയ്ക്ക് ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചു? ഇത് രേവതി മനഃപൂർവ്വം ചെയ്തതാടാ, എന്നെ ഇതാക്കാൻ വേണ്ടി തന്നെ. ആദ്യം അവള് എന്നെ എണ്ണ ഒഴിച്ച് മറിച്ചിട്ടു, എന്നിട്ട് ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അവളെൻ്റെ തലയിലേക്ക് പൊടി കൊട്ടിയിട്ടു. ഇത് കേട്ട സച്ചിയാണെങ്കിൽ, അതെ രേവതിയാണോ നിങ്ങളുടെ തലയിലേക്ക് പൊടി കൊട്ടിയിട്ടത്? നിങ്ങൾ കണ്ണു തുറന്നപ്പോൾ രേവതി എൻ്റെ കയ്യിലായിരുന്നില്ലേ? അതേടാ, രേവതി വീഴാൻ പോയപ്പോഴത്തേക്ക് നീ എന്നെ പിടിച്ചു, പക്ഷേ പൊടി മുഴുവൻ എൻ്റെ തലയിൽ വീണു. അപ്പോൾ ശ്രുതിയൊക്കെ ചോദിക്കണം, എന്താ പ്രശ്നം, എങ്ങനെ ഉണ്ടായത്? അപ്പോൾ വർഷയും ശ്രീകാന്തൊക്കെ ഓടി വരാം. വർഷയ്ക്ക് ഈ ഒരു കോലം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ചിരി വന്നിട്ടൊരു രക്ഷയില്ല. വർഷയാണല്ലോ, അയ്യോ ആൻറ്റി ഇതെന്താ ആൻറ്റി ഇതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ഒന്നും മിണ്ടായിരിക്കും വർഷേ. ഇവളെന്താ ചെയ്തതെന്നറിയാവോ? ഇവള് അതെ കൂവപ്പൊടി അന്വേഷിക്കുമായിരുന്നു അത്രേ. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ, അതെ ആൻറ്റി, അതെ അമ്മ, ഞാൻ കൂവപ്പൊടി അന്വേഷിക്കുകയായിരുന്നു, ആ സമയത്തല്ലേ അമ്മ വന്നത്. അപ്പോൾ സച്ചിയേട്ടൻ അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയി, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെയല്ല അമ്മയുടെ തലയിലേക്ക് വീണത്. അതേടി നീ എല്ലാം അറിയാതെ ചെയ്തത്, ഞങ്ങളെല്ലാം അറിഞ്ഞോണ്ട്, നീ മനഃപൂർവ്വം ചെയ്താണ്, എന്നെ കരിവാരി തേക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്താണ്. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തേല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്, ഇങ്ങനെയൊന്നും കിടന്ന് പറയല്ലേ എന്ന രീതിയിൽ രേവതി പറയാം. അപ്പോൾ വർഷയാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര പൊട്ടിച്ചിരിയാണ്. എന്തിനാടി വർഷ നീ ചിരിക്കുന്നത്? അപ്പോൾ രേവതി അവിടെ നിന്ന് പറയുന്നുണ്ട്, വർഷയെ ദയവ് ചെയ്ത് നീ ചിരിക്കല്ലേ, ചിരിച്ചു കഴിഞ്ഞ പണി പാളും, നീ ചിരിക്കല്ലേ വർഷ എന്ന് പറഞ്ഞപ്പോഴേക്കും വർഷയാണെങ്കിൽ, അയ്യോ എനിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല ആൻറ്റി, ഞാനേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കണേ. വർഷേ നീ എന്താ കാണിക്കുന്നത്? മുന്ന് ചുമ്മാതിരിക്കുക ആൻറ്റി, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഒരു ഫോട്ടോ അല്ലേ എടുത്തുള്ളൂ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഒന്ന് നിന്നേനെ, ഞാനൊരു സെൽഫി എടുക്കട്ടെ ആൻറ്റി. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് വർഷ. ചന്ദ്രയ്ക്കാണെങ്കിൽ കാലി വരെ, ഞാനേ ഇത് പോസ്റ്റ് ചെയ്യും ആൻറ്റി, എൻ്റെ സ്റ്റാറ്റസിൽ ഞാനിത് പോസ്റ്റ് ചെയ്യും, എല്ലാവരും കാണട്ടെ, എൻ്റെ ആൻറ്റിയാണെന്നും പറഞ്ഞ് എല്ലാവരും കാണട്ടെ, മൈദാമാവിൽ മുങ്ങിയ എൻ്റെ ആൻറ്റി എന്നും പറഞ്ഞ് എല്ലാവരും കാണട്ടെ എന്നൊക്കെ വർഷം അവിടെ നിന്ന് പോവാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ കാലി സഹിക്കാൻ പറ്റുന്നില്ല. രേവതിയും അതേപോലെ തന്നെ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്, രേവതിക്കാണെങ്കിൽ പേടിയും തോന്നി, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പേരിലുണ്ടാകാൻ പോകുന്നതെന്ന് ഇനി കണ്ടറിയാം എന്നിങ്ങനെ രേവതി വിചാരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര കുളിച്ചു വരികയാണ്. എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ 3ാമത്തെ കുളിയാണ്, ഇനി അടുത്തത് എന്തായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത്? ഇങ്ങനെ ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികം താമസിയാതെ ജലദോഷം പനിയും ചുമയൊക്കെ വരും, ഞാൻ കിടപ്പിലാകും, ഇതെന്തൊരു അവസ്ഥയാ. അപ്പോഴാണ് ശ്രുതി ഓടി വരുന്നത്. ആൻറ്റി കുളിച്ചു ആൻറ്റി? ഞാൻ കുളിച്ചു, പിന്നെ കുളിക്കാതെ അതേപടി തന്നെ നിൽക്കണോ? പിന്നെ എന്താ ചെയ്യേണ്ടത്? അതല്ല ആൻറ്റി, ഞാനേ ആൻറ്റിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്ത് കാര്യം പറയാനായിട്ട്? ആ വർഷ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് അഹങ്കാരമാണ്, പണക്കാരി പെണ്ണല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ചുമ്മാ വെറുതെ അങ്ങോട്ട് വിടുകയാണ്. പക്ഷേ ഇത് ഓവറായിട്ട് തുടങ്ങുന്നുണ്ട്. അവൾ എന്നെ നോക്കി ചിരി കണ്ടോ? ആൻറ്റി ചിരിക്കുക മാത്രമല്ല, അവള് പറഞ്ഞതുപോലെ ചെയ്തു. അവളുടെ സ്റ്റാറ്റസ് ആൻറ്റി കണ്ടായിരുന്നോ? ഇല്ല, സ്റ്റാറ്റസ് കണ്ടില്ല. എന്തത്? ദേ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് ആ സ്റ്റാറ്റസ് കാണിച്ചു കൊടുക്കുക. ശ്രുതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു രക്ഷയെ പോലെ സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്. കണ്ടു ആൻറ്റി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവള് ഇതൊക്കെ വെറുതെ പറയുകയാണെന്ന്. പക്ഷെ വെറുതെ പറഞ്ഞതല്ലേ, അവളത് മനഃപൂർവ്വം ചെയ്തല്ലേ ആൻറ്റി. എന്നിട്ട് ആൻറ്റിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇത് എൻ്റെ ആൻറ്റി, മൈദാമാവിൽ മുങ്ങിയ ആൻറ്റി, യക്ഷിയെ പോലെ നിൽക്കുന്ന ആൻറ്റി, എൻ്റെ സ്വന്തം ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ഇത് കേട്ട ചന്ദ്രയ്ക്ക് കാലി വന്നിട്ട് രക്ഷയില്ല. അവളെല്ലാത്തിനും കാരണം ആ രേവതി അവളുടെ കൂടെ കൂടിയതാണ്. ശരി ആൻറ്റി, ആ രേവതിയോടൊപ്പം കൂടിയാണ് ഈ വർഷ ഇങ്ങനത്തെ കോലത്തിലായത്, ഇത്ര അഹങ്കാരിയായിട്ട് മാറിയത്. ഇതിങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ശ്രുതി, നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. അയ്യോ ആൻറ്റി, എങ്ങോട്ടാ ആൻറ്റി? നീ എന്താ എങ്ങോട്ടാന്ന് പറഞ്ഞാൽ മാത്രമേ എൻ്റെ ഒപ്പം വരുള്ളൂ.
നീ ഇപ്പൊ എന്നെ അനുസരിക്കാതെ ആയോ ശ്രുതി? അയ്യോ ആൻറ്റി, ഞാൻ ആൻറ്റി അനുസരിക്കുന്ന മരുമകൾ തന്നെയാണ്. ആൻറ്റി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അതിനാണല്ലോ ഞാൻ എവിടേക്ക് വേണമെങ്കിലും വന്നോളാം. ഞാനേ ഒന്ന് റെഡിയായിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ പോവാ. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി നേരെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്താ ചന്ദ്രേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണ് അവിടെ കാര്യങ്ങൾ പറയുന്നത്. എന്ത് പറയാനാണ്, ആ രേവതിയെയും അതേപോലെ തന്നെ വർഷയും കൊണ്ട് ഒരു രക്ഷയില്ല. ആദ്യം രേവതിയായിരുന്നു, ഇപ്പൊ വർഷയും തുടങ്ങി. വർഷയും തുടങ്ങി. അതേന്നേ, ആ വർഷം ആദ്യമേ തറയിൽ എണ്ണയൊഴിച്ച് ആൻറ്റിയെ തള്ളിയിട്ടു. അതെ, പിന്നെ രേവതിയാണെങ്കിൽ ആൻറ്റിയുടെ തലയിലേക്ക് പൊടി കമത്തിയിട്ടു. എന്നിട്ട് ദേ അവിടെ കിടന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര മേടാ, ആൻറ്റിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരെല്ലാവരും കാണിച്ചു കൂട്ടുന്നത്. പൊറുതി മുട്ടി. അപ്പോഴേക്കും അയ്യോ ആണോ ചന്ദ്രേ, ഇതെന്താ ചന്ദ്ര നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്? അതേ ബാമേ, അത് തന്നെയാണ്. എനിക്ക് ശ്രുതി മാത്രമേ ഇപ്പൊ സപ്പോർട്ടുള്ളൂ. ഇവളെല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇവളാണ് എൻ്റെ യഥാർത്ഥ മരുമകൾ എന്ന് ശ്രുതിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ ശ്രുതിയാണെങ്കിൽ അതെ ഞാൻ നല്ലൊരു മരുമകൾ തന്നെയാണ്. അത് പിന്നെ ചന്ദ്ര അങ്ങനെയല്ലേ ആകുള്ളൂ. ഞാനല്ലേ ശ്രുതിയെ നിനക്ക് കാണിച്ചു തന്നത് ആദ്യമായിട്ട് എന്നൊക്കെ പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എനിക്ക്. അതിന് ഒരാൾ വരുന്നുണ്ട്. ആരാ ചന്ദ്രേ? അതൊക്കെ വരുമ്പോ കാണാന്നേ, നിങ്ങൾ കണ്ടോ? അപ്പതാ വരുന്നു നമ്മുടെ മഹിമ. അപ്പൊ മഹിമ നേരെ വരികയാണ്. എന്താ ചന്ദ്രേ, എന്താ വിളിച്ചത്? എന്തോ അത്യാവശ്യമായി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ മകളെ ഇങ്ങനെയാണോ വളർത്തിയത്? നല്ല രീതിക്ക് വളർത്തണ്ടേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന? അയ്യോ വർഷ എന്ത് ചെയ്തെന്നാ? എന്താ കാര്യം? അവൾക്ക് കുറച്ച് ലാലനയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒറ്റ മോളല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ സ്നേഹവും പരിഗണനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെതായ ചില കുരുത്തക്കേടുകളെല്ലാം അവൾ കാണിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ അയ്യോ ആൻറ്റി, ഇത് കുരുത്തക്കേടൊന്നും അല്ല. ഇതേ വർഷ ശരിക്കും പറഞ്ഞ പാവമാണ്. വർഷയെ കൊണ്ടല്ല ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് അവള്. ആര്? അപ്പോഴേക്കും ചന്ദ്ര ആരെന്ന്? പൂക്കാരി, ആ പൂ കെട്ടണവള്, അവളാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, രേവതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എന്താ ചെയ്യിച്ചത്? നിങ്ങൾ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല. ആദ്യമേ അവള് എണ്ണയൊഴിച്ച്, അതായത് വർഷ എണ്ണയൊഴിച്ച് ആൻറ്റിയെ വീഴ്ത്തിച്ചു. പിന്നെ ആൻറ്റിയുടെ തലയിലേക്ക് മുഴുവനും മൈദപ്പൊടി കോരിയിട്ടു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവം. രേവതി എന്ത് കാണിച്ചാലും ഇപ്പോൾ വർഷ സപ്പോർട്ട് തന്നെയാണ്. വർഷയും രേവതിയും ഒറ്റക്കെട്ടാ. രേവതി പറയുന്നതിൽ അപ്പുറം പോകൂല വർഷ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അവൾ അങ്ങനെയൊക്കെ ചെയ്തോ? അങ്ങനെ ഒരുത്തി അല്ലായിരുന്നല്ലോ അവൾ നല്ല രീതിയിൽ തന്നെയായിരുന്നല്ലോ. നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. രേവതിയുടെ പോലെ കൂട്ട്, എന്ത് ചെയ്യാനാണ്? അല്ല ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ചന്ദ്രേ? നിങ്ങളുടെ മോളെ ഒന്ന് ഉപദേശിച്ചിട്ട് നിങ്ങൾ നേരെ ആക്കണം എന്ന് പറയാ. അയ്യോ അവളെ ഞാൻ ഉപദേശിക്കാനോ? എന്നെ കൊണ്ട് പറ്റില്ല ചന്ദ്രേ. കാരണം ഞാനും നിങ്ങളുമായിട്ട് അവളുടെ കൺമുന്നിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഞാൻ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ മെക്കിട്ട് കയറും. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും അവൾ കേൾക്കാനായിട്ട് തയ്യാറാവില്ല. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല ചന്ദ്രേ. നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ എന്നെയൊന്നും വലിയ വ്യത്യാസമായിട്ട് അവൾ കാണുന്നില്ല. എന്നെ കൊണ്ട് ഇത് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹിമ അവിടെ നിന്ന് എണീറ്റ് പോവാ. ദൈവമേ, ശ്രുതി കണ്ടില്ലേ? ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്യാനാണ്? അവളെ പേടിച്ച് നിൽക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നൊക്കെ ശ്രുതിയും പറയാ. അപ്പോഴാണ് ശ്രുതിക്ക് പെട്ടെന്നൊരു കോൾ വരുന്നത്. അമ്മയാണല്ലോ വിളിക്കുന്നത് എന്ന് ചിന്തിക്കാണ്. അപ്പോൾ അമ്മയാണ് വിളിക്കുന്നത് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ക്ലയൻറ്റ് വിളിക്കാണ്, ഞാൻ സംസാരിക്കട്ടെ കേട്ടോ. എന്തിനാ അമ്മ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന്. പിന്നെ എന്തിനാ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അമ്മയല്ലേ പിന്നെ? അയ്യോ അമ്മയ്ക്ക് എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാനിപ്പോൾ തന്നെ വരാം ആൻറ്റി. അത് പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം. അയ്യോ മോളെ ഞാനും വരുന്നു. ആൻറ്റി ഇവിടെ നിൽക്ക്, എനിക്ക് ക്ലയൻറ്റ് കാത്തിരിക്കുകയാണ്, എനിക്ക് പറ്റില്ല, ഞാൻ പെട്ടെന്ന് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പെട്ടെന്ന് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഭാമയാണെങ്കിൽ അയ്യോ ഇതെന്താ അവൾ പെട്ടെന്ന് പോയി കളഞ്ഞത് ചന്ദ്ര? നിന്നെ കൊണ്ടുപോകാതെ ഏതെങ്കിലും മുഷുക്ക് പിടിച്ച ക്ലയൻ്റ് ആയിരിക്കും. ഈ വർഷയെയും അതേപോലെ തന്നെ ഈ മഹിമയെയും പോലെ തന്നെ ആളായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ പെട്ടെന്ന് പോയിട്ടുണ്ടാവുക. അങ്ങനെ മഹിമയ്ക്ക് ഒരു കോള് വരികയാണത് ഭർത്താവിൻ്റെ കോളായിരുന്നു. അതെ മഹിമേ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, ഒരു അത്യാവശ്യമുണ്ട്. അതേ നമ്മുടെ വർഷയുടെ വീട്ടിലെ ഒരു സംഭവം നടന്നായിരുന്നു. അതൊക്കെ പിന്നെ ആവട്ടെ, ഞാൻ ഏതായാലും നീ ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മുടെ മഹിമയാണെങ്കിൽ ഞാൻ ഏതായാലും തീർത്തിട്ടേ വരുന്നുള്ളൂ. കാരണം വർഷയുടെ കുടുംബം കലക്കാൻ പറ്റിയൊരു സമയം തന്നെയാണ്. എന്നിട്ട് വർഷയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം, ഇതാണ് എൻ്റെ മനസ്സിലിരിപ്പ് എന്നൊക്കെ പറയാം. നീ ഇങ്ങോട്ട് വാ, അത് കഴിഞ്ഞിട്ടാവാം. അങ്ങനെ നമ്മുടെ മഹിമ നേരെ രേവതിയെ കാണുകയാണ്. എടി രേവതി, നീ എൻ്റെ മോളെ വഷളാക്കുകയാണോടി? എന്താ ആൻറ്റി എന്തൊക്കെയാ പറയുന്നത്? അതെ
നീ എൻ്റെ മോളെ ആ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലോ ചെയ്തു കൊടുക്കുന്നത്. ആൻറ്റി അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. അവൾ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ്. എന്നെ അവൾ ചേച്ചിയെ പോലെ കാണുന്നത്. എൻ്റെ മകളുടെ ചേച്ചി നീയോ? അതിനുള്ള യോഗ്യത നിനക്കുണ്ടോടി എന്ന് രേവതിയോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.